പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഫോസിൻ്റെ റെസ്പോൺസിബിൾ പാരൻറ്റിംഗ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാണ് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കാത്തത്? മക്കൾ വെളുത്തവരാകണം, ആരോഗ്യമുള്ളവരാകണം, ബുദ്ധിശാലികളാകണം, എല്ലാ തരത്തിലുമുള്ള കഴിവുകൾ ഉള്ളവരാകണം എന്ന് തുടങ്ങി എത്രയെത്ര സ്വപ്നങ്ങളാണ് മക്കളെക്കുറിച്ച് ഓരോ മാതാപിതാക്കൾക്കുമുള്ളത്. പലപ്പോഴും നല്ല മക്കൾ എന്ന ഒരു അളവുകോൽ അവരുടെ മനസ്സിൽ രൂപപ്പെടുന്നത് മറ്റുള്ളവരുടെ മക്കളെക്കാൾ നല്ലത് എന്ന ആഗ്രഹമാണ്. അതേസമയം ഓരോ കുഞ്ഞും ദൈവം നൽകുന്ന ദാനമാണ് എന്നും ദൈവം തരുന്നവരെ കാത്ത് സംരക്ഷിച്ച് സ്നേഹിച്ച് വളർത്തി വലുതാക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും അതേസമയം വലിയൊരു ഭാഗ്യവുമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവുമുള്ള എത്ര മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. മക്കളുണ്ടാകേണ്ടത്, അത് നല്ല മക്കൾ ഉണ്ടാകേണ്ടത് മാതാപിതാക്കളുടെ അവകാശമാണോ? തീർച്ചയായും ആയിരിക്കാം. എന്നാൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എല്ലാ അവകാശങ്ങളും സഫലീകരിച്ചു കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പിന് നമുക്കാർക്കും അവകാശമില്ലെന്നതിനാൽ തന്നെ നമ്മുടെ അവകാശങ്ങൾക്ക് പരിമിതികൾ ഉണ്ടെന്നത് വ്യക്തമാണ്. ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇല്ല. കറുത്ത കുഞ്ഞിനെ വെളുപ്പിക്കാനോ മറിച്ചോ നമുക്ക് ആർക്കും സാധ്യമല്ല. ആകാരഭംഗിയിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ചുരുക്കത്തിൽ മക്കളുണ്ടാകുക, അവർ എങ്ങനെ ആയിരിക്കണം, എപ്പോൾ അവർക്ക് മക്കൾ ഉണ്ടാക്കണം തുടങ്ങി ഒത്തിരി കാര്യങ്ങളിൽ നമുക്കാർക്കും തിരഞ്ഞെടുപ്പുകൾക്കുള്ള അവകാശമോ സ്വാതന്ത്ര്യമോ ഇല്ലെന്നതാണ് വാസ്തവം. മക്കളെ തിരഞ്ഞെടുക്കാൻ ഭാര്യാഭർത്താക്കന്മാർക്ക് കഴിയില്ല എന്നതുപോലെ തന്നെയാണ് മക്കൾക്ക് തങ്ങളുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നത്. അതുണ്ടായിരുന്നെങ്കിൽ നമ്മിൽ ഭൂരിഭാഗം പേരും ഇന്നുള്ള മാതാപിതാക്കളെ തന്നെ തിരഞ്ഞെടുക്കുമോ? ഒരുപക്ഷെ ഇല്ലായിരിക്കാം. ആരോഗ്യമുള്ള, സൽസ്വഭാവമുള്ള, ഭംഗിയും വിദ്യാഭ്യാസവും സമ്പത്തും പേരും പ്രശസ്തിയും ഒക്കെ ഉള്ളവരെ തിരഞ്ഞെടുക്കാനായിരിക്കും താല്പര്യം. ആ കാര്യത്തിലും നമുക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമില്ല. അതൊക്കെ ഈശ്വരന്റെ അഥവാ ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ പദ്ധതിക്ക് അനുസരിച്ച് നടക്കുന്നു. ഈ കാര്യങ്ങളിൽ നാം നിസ്സഹായരാണ്. തന്മൂലം നമുക്കുണ്ടാകുന്ന ഓരോ കുഞ്ഞും ദൈവം നൽകുന്ന ദാനമായി കാണുന്നതല്ലേ കൂടുതൽ നല്ലത്? ദാനമായി ദൈവം നൽകുന്നതാണ് കുഞ്ഞുങ്ങൾ എന്നും മക്കളുടെ സംരക്ഷണത്തിനായി ചില മാതാപിതാക്കളെ തിരഞ്ഞെടുത്ത് അവർക്ക് ദൈവം ഈ മക്കളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള അവബോധം നമുക്കുണ്ടായാൽ അവരോടുള്ള കാഴ്ചപ്പാടിലും സമീപനത്തിലും തീർച്ചയായും വ്യത്യാസമുണ്ടാകും. മക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യങ്ങളോ പോരായ്മകളോ മറ്റ് ഏതെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒരിക്കൽ പോലും അവർക്കെതിരെ മാതാപിതാക്കൾ പരാതിപ്പെടുകയോ അവരെ അധിക്ഷേപിക്കുകയോ വെറുക്കുകയോ പക്ഷപാതപരമായി പെരുമാറുകയോ ചെയ്യരുത്. കാരണം ഈ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് എന്ന പോലെ മക്കൾക്കും ഏതെങ്കിലും തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമോ അവരുടെ കഴിവുകൾക്കും കഴിവുകേടുകൾക്കും ആരോഗ്യത്തിനും സൗന്ദര്യമുള്ള ശരീരത്തിനും സൃഷ്ടിപരമായ പങ്കാളിത്തമോ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. ആയതിനാൽ ഇത്തരം പോരായ്മകളുടെ പേരിൽ അവരോട് നീരസവും സ്നേഹക്കുറവും പ്രകടിപ്പിക്കുന്നത് വലിയ അപരാധവും മനുഷ്യത്വരഹിതവുമായിരിക്കും. തങ്ങൾക്കുണ്ടായിട്ടുള്ള മക്കളോട് എന്ത് സമീപനമാണ് മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ടത്? ഒന്ന്, മാതാപിതാക്കളും മക്കളും ഒരുപോലെ ഈ കാര്യത്തിൽ നിസ്സഹായരാണ് എന്ന വസ്തുത അംഗീകരിക്കണം. രണ്ട്, ആ മക്കളെ സ്നേഹിച്ച് സംരക്ഷിച്ച് വളർത്തി വലുതാക്കുമെന്ന് ദൈവം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഓരോ കുഞ്ഞിനെയും നിലവിലെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മൂന്ന്, സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുത്ത് വാങ്ങുന്നത് പോലെയുള്ള ഒരു സമീപനമല്ല മക്കളുടെ കാര്യത്തിൽ ഉണ്ടാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോ താല്പര്യമോ അല്ല അവരോട് വെച്ച് പുലർത്തേണ്ടത്. നാല്, ആർക്കാണോ കൂടുതൽ കരുതലും സ്നേഹവും ആവശ്യമുള്ളത് അവർക്കാണ് അത് കൂടുതലായി നൽകേണ്ടത്. മറിച്ച് സൗന്ദര്യത്തിൻ്റെയോ കഴിവുകളുടെയോ ലിംഗഭേദത്തിൻ്റെയോ പേരിലായിരിക്കരുത്. അഞ്ച്, തങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ മക്കൾ നിലവിലെ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുമായിരുന്നോ എന്ന് ദിനം പ്രതി എന്നോണം തങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. ആറ്, മാതൃ പിതൃ ഉത്തരവാദിത്വവും കാര്യപ്രാപ്തിയും നിറവേറുന്നത് കഴിവും പ്രാപ്തിയുമുള്ള മക്കളെ വളർത്തുന്നതിലല്ല, മറിച്ച് ലഭിച്ച മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നതിലാണ്. ഏഴ്, അവസാനമായി പുരുഷ ശരീരത്തിൽ നിന്നും സ്ത്രീയിലേക്ക് പ്രവഹിക്കുന്ന ദശലക്ഷക്കണക്കിന് ബീജാണുക്കളിൽ നിന്ന് ഒരൊറ്റ അണു മാത്രമാണ് ഈ മകനോ മകളോ ഒക്കെയായി ജന്മം കൊണ്ടത് എന്നും അതിനാൽ തന്നെ ഈ ഒരു പ്രക്രിയയിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ലക്ഷ്യവും തീർച്ചയായും ഉണ്ടെന്ന വസ്തുത അംഗീകരിക്കുകയായിരിക്കും കൂടുതൽ അഭികാമ്യം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെയും മക്കളോടുള്ള സമീപനങ്ങളെയും മാറ്റാൻ ശ്രമിക്കാം. അവരെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ദാനമായി കാണുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യാം. ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി സംരക്ഷിക്കുവാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നിറവേറ്റുമ്പോഴാണ് ഓരോരുത്തരും നല്ല മാതാപിതാക്കളാകുന്നത്. അവരുടെ കടമ നിറവേറ്റുന്നത് എന്ന സത്യം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യാം. അങ്ങനെ അംഗീകരിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ നന്മകൾ അവരെ തേടി വരുമെന്നത് തീർച്ചയാണ്.
പക്ഷേ ആ നന്മകളെ ഭൗതികമായ നേട്ടങ്ങളായി തെറ്റിദ്ധരിക്കരുത്. നല്ല മാതാപിതാക്കളാകാനുള്ള അവസരങ്ങളെയും വെല്ലുവിളികളെയും സൃഷ്ടിപരമായി ഉപയോഗിക്കാൻ ഏവർക്കും സാധ്യമാകട്ടെ. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി.